മനസ്സിൽ തെളിഞ്ഞ ഇഷ്ടദേവന്റെ രൂപം തടിയിൽ മനോഹര ശില്പമാക്കാനൊരുങ്ങി കരകൗശല തൊഴിലാളി. ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി ചെറുവത്തേരി വീട്ടിൽ സലീഷ് ശങ്കരനാണ് ഇഷ്ടദേവനായ പരമശിവന്റെ രൂപം തടിയിൽ തീർക്കുന്നത്. മദിരാശിമരം എന്ന അമ്ലവാക മരത്തടിയാണ് വടക്കനാഥ ശില്പനിർമ്മാണത്തിന് സലീഷ് ശങ്കരൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി വടക്കനാഥ ശില്പനിർമ്മാണത്തിൽ തുടരുകയാണ് സലീഷ്. വലിയ പീഠത്തിൽ നന്ദികേശന്റെ പുറത്തിരിക്കുന്ന വടക്കനാഥന്റെ രൂപം അതിനാൽ തന്നെ ശില്പനിർമ്മാണം കൂടുതൽ ആയാസകരവുമാണ്. പീഠവും പ്രഭാമണ്ഡലവുമടക്കം ശില്പത്തിൻ്റേത് 60% നിർമ്മാണം ഇതിനകം പൂർത്തിയായി. 9 അടിയോളം ഉയരവും 6 അടിയോളം വീതിയുമുള്ളതാണ് വടക്കനാഥ ശില്പം. പീഠവും പ്രഭാമണ്ഡലവും അടക്കം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ശില്പത്തിന് 15 അടിയോളം ഉയരമുണ്ടാകുമെന്ന് സലീഷ് ശങ്കരൻ പറഞ്ഞു. ഇത് 2021 മുതൽ ഇവർക്ക് ആരംഭിച്ചു ഞാൻ. അപ്പോൾ പിന്നെ ഒരു 2.5 വർഷത്തോളം ഇത് അങ്ങനെ ഇതുമ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം അല്ലെങ്കിലും ബാക്കി വർക്കുകൾ ഇതിനിടയ്ക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 2.5 വർഷം അതിനുശേഷം ഇപ്പോൾ 2.5 വർഷം ഞാൻ പുറത്തായിരുന്നു. ഷാർജയിലായിരുന്നു, വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, മോഡൽ മേക്കിംഗ് കമ്പനിയിൽ ആർട്ട് വർക്കായിട്ട്. അപ്പോൾ പിന്നെ ഇത് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. അപ്പോൾ ഈ വർക്ക് വീണ്ടും പുനരാരംഭിക്കുകയായി. എൻ്റെ മനസ്സിലെ ആശയപ്രകാരം വടക്കനാഥൻ്റെ ഒരു ശില്പമായിട്ടാണ് ഞാനിത് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 അടിയോളം ഇപ്പോഴത്തെ ലെവലിൽ ഉയരമായിട്ടുണ്ട്. ഇതിൻ്റെ പീഠം, പിന്നെ ഭഗവാന്റെ രൂപം, പിന്നെ പ്രഭാമണ്ഡലം, പിന്നിൽ പ്രഭാമണ്ഡലം ഉണ്ട്, ഒരു 6 അടി വലുപ്പം വരുന്നത്. അത് മൊത്തം ഹൈറ്റ് ഇപ്പോൾ ഒരു 6 അടിയോളം ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു നന്ദികേശനും കൂടി കാളേര രൂപം കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഭഗവാനൊക്കെ ആയിട്ടിരിക്കുന്ന രൂപമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇത് മദിരാശിന്ന് പേരുള്ള, ചില ഏരിയാസിൽ ഇതിന് വാഗ എന്നും പറയും. മദിരാശി എന്നാണ് നമ്മുടെ നാടൻ പ്രദേശങ്ങൾ പറയുന്ന പേര്. ഈ വൈറ്റ് വുഡ് എന്ന് പറയും. ഈ മരത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കടഭാഗം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വലിയ ജടയും പരമശിവന്റെ കഴുത്തിലണിഞ്ഞ സർപ്പവും രുദ്രാക്ഷമാല കൂടാതെ എന്നിവയെല്ലാം സൂക്ഷ്മതയോടെയാണ് തടിയിൽ കൊത്തിയെടുക്കുകയാണ്. പീഠമടക്കം ശില്പനിർമ്മാണത്തിന്റെ സലീഷിന് സഹായമാകുന്നത് പിതാവ് ശങ്കരനാണ്. ഭഗവാന്റെ സഹായത്തിൽ നന്നായി നടക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. സഹായിക്കുന്നുണ്ട്, വലിയ കൂടെ സഹായിക്കുന്നുണ്ട്. മൂത്താനാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇതും പീഠം, പിന്നെ മുകളിൽ പ്രഭാമണ്ഡലം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടില്ല മാത്രം. മുൻപ് തൃശ്ശൂരിൽ നടന്ന എൻ്റെ കേരളം പ്രദർശനമേളയിൽ സലീഷ് ശങ്കരൻ ലൈവ് ശില്പനിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. ഇതിനിടെ 2.5 വർഷം പ്രവാസ ജീവിതവും വടക്കനാഥ ശില്പനിർമ്മാണവും പൂർത്തിയാക്കാൻ 30 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പിതാവ് ശങ്കരൻ, അമ്മ തങ്ക, ഭാര്യ ദിവ്യ, മക്കളായ ദേവാനന്ദ്, കാശിനാഥ് എന്നിവർക്കൊപ്പം ചെറുവത്തേരിയിലെ വീട്ടിലാണ് സലീഷ് ശങ്കരന്റെ താമസം. ഇവിടെ തന്നെയാണ് ശില്പനിർമ്മാണവും. കുട്ടിക്കാലത്ത് ചിത്രം വരയിൽ തുടങ്ങിയതായിരുന്നു ശില്പനിർമ്മാണത്തിനോടുള്ള ഇഷ്ടം. ഗരുഡൻ, സർപ്പം, മത്സ്യൻ, മാൻ, കാള, അരയന്നം, കുതിര തുടങ്ങിയ രൂപങ്ങൾ പ്ലാവിന്റെ ഒറ്റവേരിൽ കൊത്തിയെടുത്ത ശില്പം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതിനിടെ ടൊവിനോ തോമസ് നായകനായ ARMൽ തെർമോക്കോളിൽ 2 സിംഹരൂപങ്ങൾ സൃഷ്ടിക്കാനും സലീഷിന് അവസരം ലഭിച്ചു. ഹാൻഡിക്രാഫ്റ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ആർട്ടിസൻ ആണ് സലീഷ്. മക്കളായ ദേവാനന്ദും കാശിനാഥും തങ്ങളിലെ പ്രതിഭകളെ തേച്ചുമിനുക്കുന്നതിൽ പിതാവിനെ പോലെ മിടുക്കന്മാരാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ചെയ്തത്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് ചെയ്തു. ഇനി ഇതുപോലെ മുന്നോട്ട് പോകുന്ന നന്നായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, ഓയിൽ പെയിൻറ്റിങ്, അങ്ങനെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ കുറേ മത്സരങ്ങൾക്കും പോയിട്ടുണ്ട്. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സലീഷിന്റെ മൂത്ത മകൻ ദേവാനന്ദ്. ഇളയ മകൻ കാശിനാഥ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഇരുവരും പഞ്ചാരിമേളം അഭ്യസിച്ചവർ.
ശില്പനിർമ്മാണവും മ്യൂറൽ പെയിന്റിങ്ങും മറ്റുമായി കുട്ടികളും പിതാവിന്റെ പാതയിലൂടെയാണ് സഞ്ചാരം. സാമ്പത്തിക ചെലവടക്കം ശ്രമകരമാണെങ്കിലും ഇഷ്ടദേവന്റെ ശില്പത്തിന് ഈ വർഷം തന്നെ പൂർണ്ണത നൽകാനാകാമെന്ന വിശ്വാസത്തിലാണ് സലീഷ് ശങ്കരൻ.